കട്ടപ്പന ബിവറേജ് കോർപ്പറേഷനിൽ ചുമടെടുക്കുന്ന തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് BMS നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഇടുക്കി ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് സംഘം ജില്ലാ പ്രസിഡന്റ് SG മഹേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ബിവറേജ് മാനേജ്മെന്റ് ചുമട്ടുതൊഴിലാളികളുടെ കൂലി വർധനവ് നടപ്പിലാക്കേണ്ട കാലാവധി 2023 മാർച്ച് 31 അവസാനിച്ചിരുന്നു. ഇതിനെ തുടർന്ന് യൂണിയനുകളുമായി മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയെങ്കിലും കേവലം 7.5% വർധനവ് മാത്രം നടപ്പിലാക്കാൻ സാധിക്കൂ എന്നുള്ള ഏകപക്ഷീയമായ നിഷേധ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഈ നിലപാടിനെ യൂണിയനുകൾ തുടക്കത്തിൽ ഒറ്റക്കെട്ടായി എതിർത്തിരുന്നുവെങ്കിലും പിന്നീട് CITU യൂണിയൻ ബിവറേജ് മാനേജ്മെന്റ് നടപ്പിലാക്കി 7.5% വർധനവ് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടുകയും കുറഞ്ഞ കൂലിക്ക് CITU തൊഴിലാളികൾ ജോലി ചെയ്യാൻ തയ്യാറായി. ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി 28-ാം തീയതി മുതൽ സമരരംഗത്താണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ സമരം BMS കട്ടപ്പന മേഖലാ സെക്രട്ടറി PP ഷാജി അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഹെഡ്ലോഡ് ആൻഡ് സംഘം ജില്ലാ പ്രസിഡന്റ് SG മഹേഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കൂലിയുടെ 25% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന്മേൽ ബീവറേജ് കോർപ്പറേഷൻ ചർച്ചകൾക്ക് തയ്യാറാവുകയും എന്നാൽ കേവലം 7% മാത്രം വർധനവ് നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. യൂണിയനുകൾ എന്ന ഒറ്റക്കെട്ടായി ഈ 7% വർധനവ് അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് തുടർ ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്ന സമയത്ത് ഈ 1.5 വർഷക്കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഏകപക്ഷീയമായ രീതിയിൽ 7% വർധനവ് നടപ്പാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ ആനുകൂല്യം ഇല്ലാതാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ BMSും INUCയിലും ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ CITU യൂണിയൻ ഏകപക്ഷീയമായി തൊഴിലാളികൾക്ക് 7% മാത്രം വർധനവ് മതിയെന്ന് പറഞ്ഞ ആ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ഈ സമയത്ത് തന്നെ കട്ടപ്പനയിലെ ചുമട്ട് തൊഴിലാളികളുടെ കൂലി വർധനവുമായി ബന്ധപ്പെട്ട് മർച്ചൻ്റ് അസോസിയേഷൻ ചർച്ച നടന്ന സമയത്ത് കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറ്റിയിറക്കുന്ന തൊഴിലാളികളുടെ ശമ്പളം വർധനവ് 15% വർധനവ് നടപ്പാക്കിക്കൊണ്ട് ഇവിടുത്തെ വ്യാപാര സമൂഹം ഈ തൊഴിലാളികളുടെ പ്രശ്നത്തിന് അനുകൂലമായി നിലപാടെടുത്ത സമയത്താണ് ഈ കേവലം 7% മാത്രം വർധനവ് നടപ്പാക്കിക്കൊണ്ട് ഈ ചുമട്ട് തൊഴിലാളികളുടെ കൂലി കവർന്നെടുക്കുന്ന ഒരു സമീപനം ബീവറേജ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബീവറേജ് കോർപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധമായ സമീപനത്തെ അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ട ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയായിട്ടുള്ള CITU അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞുകൊണ്ട് ഈ ബീവറേജ് കോർപ്പറേഷൻ അനുകൂലമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള സമരം നടത്തുന്ന തൊഴിലാളി സംഘടനയെ പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് ഈ സമരത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഈ കട്ടപ്പനയിലെ ബീവറേജ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ നിരവധി നാളുകളായിട്ടുള്ള ചില ചിത്രങ്ങൾ നമുക്കറിയാം. ഇവിടെ ഈ ബീവറേജ് കോർപ്പറേഷൻ ഇവിടെ സംരക്ഷിച്ച് നിർത്തുന്നത് ഇവിടുത്തെ CITUവിനും CPMൻ്റെ ചില നേതാക്കന്മാരാണ്. അവർ ഓരോ മാസവും ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മാസപ്പടി കൈപ്പറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ ഓണറിൽ നിന്ന് പോലും പ്രതിമാസം വാടക ഇനത്തിൽ കമ്മീഷൻ വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന എന്ന നിലയിൽ CITU ഈ തൊഴിലാളികളുടെ വിഷയം വന്ന സമയത്ത് അവർക്ക് ന്യായമായൊരു അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുവാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓരോ മാസം ലഭിക്കുന്ന CPM നേതാക്കൾക്കും CITU നേതാക്കൾക്കും ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസപ്പടിയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിൽ നിന്നും അവരെ പിന്നോട്ടടിക്കുന്നത്. അതുകൊണ്ട് തന്നെ BMS നേതൃത്വത്തിൽ ഇന്നലെ മുതൽ ഇവിടെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടുത്തെ ലോഡുകൾ ഇറക്കുവാൻ തയ്യാറാകുന്നില്ല. അത് വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ചർച്ചകൾക്ക് ഇവർ തയ്യാറാകണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ ഇതിൻ്റെ MD അടക്കമുള്ള ആളുകളെ വിളിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ബീവറേജ് കോർപ്പറേഷനിൽ പറഞ്ഞത് നിങ്ങളുടെ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കാം, ഞങ്ങൾ ചർച്ച ചെയ്യാമെന്ന നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി B വിജയൻ, മേഖലാ വൈസ് പ്രസിഡന്റ് GT ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ടൗണിലെ 1-2 പുള്ളിയ തൊഴിലാളികൾ സമരത്തിൽ പങ്കാളികളായി. യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്ന ശമ്പള വർധനവ് എന്ന ന്യായമായ ആവശ്യം അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കാത്ത പക്ഷം പണിമുടക്കുൾപ്പെടെയുള്ള ശക്തമായ തുടർ സമരവുമായി മുന്നോട്ട് പോകുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ,
നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.